Praise the Lord. വെൽക്കം പാസ്റ്റർ ജസ്റ്റിൻ ആൻഡ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഉദ്ദേശം ആൻഡ് ദി പർപ്പസ് ഈസ് ടു നോ ഹൗ ഗോഡ് ബ്രോട്ട് യു ഹിയർ ആൻഡ് വുഡ് ലൈക്ക് ടു ബി എൻകറേജ്ഡ് ത്രൂ യുവർ ടെസ്റ്റിമണി. ആൻഡ് ഫസ്റ്റ് കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ, ഹൗ ഡിഡ് ഗോഡ് ബ്രിങ് യു ഹിയർ? നിങ്ങൾ എങ്ങനെയാണ്, ബിക്കോസ് യു ബിലോങ് ടു കേരള, ആൻഡ് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ north in eastern part of India and among the tribal belt? 1995 ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിലൊരു സമാധാനമില്ലാതെ കുറച്ച് ആൾക്കാർ, ചെറുപ്പക്കാർ ഇങ്ങനെ ഓടുന്നതായിട്ട്, സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഓടുന്നതായിട്ട് ദൈവം ദർശനം കാണിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതിനോടൊരു വചനം ദൈവം എന്നോട് ചോദിച്ചു, ആറ് എനിക്ക് വേണ്ടി പോവും, ആരെ ഞാൻ അയക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ആസാമിലേക്ക്, ആര് എനിക്ക് വേണ്ടി പോവും, ഞാൻ അയക്കേണ്ടി വന്നൊരു ദൈവശബ്ദം കേട്ടു. അന്നേരം ഞാൻ എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചു. അടിയൻ അയക്കണമേ, അടിയൻ അങ്ങേക്ക് വേണ്ടി പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതിനുള്ള മുഖം ഒരുക്കി. ഇവിടെ ഭാരതത്തിൻ്റെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആസാമിൻ്റെ ബോർഡറായിട്ടുള്ള കുജിബിയാർ എന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അവിടെ താമസിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും, ഈ ഗ്രാമത്തെ കർത്താവെ അങ്ങേക്ക് വേണ്ടിയിട്ട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ, മാനസാന്തരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് ഇങ്ങനെ ഗ്രാമങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ചുറ്റി സഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയും, പിന്നെ അടുത്ത ദിവസം മുതൽ ഗ്രാമങ്ങൾ തോറും ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ന്യൂ ടെസ്റ്റ്മെന്റുകൾ വിതരണം ചെയ്യുകയും അങ്ങനെയൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് ആണ് ഞങ്ങൾ ശുശ്രൂഷകൾ ആരംഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. വെസ്റ്റ് ബംഗാളിലും ആസാമിലും നോർത്ത് ഈസ്റ്റിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ പോയിട്ട് യേശു കർത്താവിൻ്റെ സുവിശേഷം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച് ദൈവം ഞങ്ങളെ ഇവിടെ അങ്ങനെയാണ് എത്തിച്ച് ദർശനപ്രകാരമാണ് ഇവിടെ എത്തുവാനായിട്ട്. ഞാൻ ഒരു കാര്യം വിചാരിക്കും, ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനുകൾ, ഓർ ഇഫ് യു ടോക്ക് അബൌട്ട് അവർ ജനറേഷൻ, ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി, ഭാഷ അറിയാതെ, ഒരു ഐഡിയ ഇല്ലാതെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ പോകാൻ വേണ്ടി ആരും റെഡി ആവില്ല. സോ ആ ടൈമിൻ്റെ ജനറേഷൻ്റെ ഇന്നത്തെ ലീഡേഴ്സുകൾ എടുക്കുന്ന ആ ഫെയ്ത്തിൻ്റെ ലീപ്പ്, ഇറ്റ്സ് വെരി വെരി എൻകറേജിങ് ഫോർ us. സോ വാട്ട് ഐ വാണ്ട് ടു ആസ്ക് നെക്സ്റ്റ് ഇസ് ദാറ്റ്, നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ലാംഗ്വേജ് ഒന്നാണെങ്കിൽ യു നെവർ ന്യൂ അബൌട്ട് ബംഗാളി, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദിയും അത്ര യു ആർ നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് ദോസ് ലാംഗ്വേജസ്. സോ ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് വാട്ട് വെർ യുവർ ഇനിഷ്യൽ ചാലഞ്ചസ്? തുടക്കത്തിൽ എന്തായിരുന്നു ചാലഞ്ചസ്? പക്ഷേ ദൈവം അതിലൂട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഞങ്ങളിവിടെ വളരെ ദൈവം അങ്ങനെ ഒരു വഴി ഒരുക്കി ഇവിടെ ആസാമിൻ്റെ ബോർഡർ വരെ എത്തിച്ചേരാൻ കുജിബിയാറിൽ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം 2 റൂമുകളുള്ള ചെറിയൊരു ഭവനം ഞങ്ങൾക്ക് വാടകയ്ക്ക് ലഭിച്ച് അവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ഭാഷ നമുക്ക് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ബംഗാളി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മാർക്കറ്റിലൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ നമ്മൾ രൂപയ്ക്ക് പൈസ എന്നൊക്കെ പറയുന്നതിന് ഇവിടെ പറയുന്നത് ആണെങ്കിൽ ടക്ക എന്നാണ് പറയുന്നത്. അത് തന്നെ മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി ഒത്തിരി സമയമെടുത്തു. പിന്നെ നമുക്ക് മലയാളം സംസാരിക്കേണ്ട കൂടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ബംഗാളി തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു. അങ്ങനെ മെല്ലെ സംസാരിച്ചും കേട്ടും പറഞ്ഞ് പിന്നെ ഭാഷ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പഠിച്ച ഭാഷ കൊണ്ട് കുറച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അത് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊടുന്നു. ആ ഭാഷയും ഹിന്ദിയും ഇങ്ങനെയൊക്കെ മിക്സായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ശുശ്രൂഷ നമ്മൾ ചെയ്ത് ഇവിടെ
ആരംഭിക്കുന്നത്. അതൊരു ചലഞ്ചായിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, നമ്മളിവിടെ എത്തിച്ചേരുന്നത് തന്നെ ഒരു വിന്റർ സീസണിലാണ്. അന്നേരം വേണ്ടുന്നിട്ടുള്ള തണുപ്പിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ, എന്നാൽ സ്വെറ്റർ, ജാക്കറ്റ്, കമ്പിളി, അതുപോലുള്ള കിടക്കകളൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു കമ്പിളി ഉപയോഗിച്ചിട്ട് ഒരു മരത്തിൻ്റെ കട്ടിൽ നമ്മൾ ഇങ്ങനെ വിരിച്ചു കിടന്ന വളരെ രാത്രി സഹിക്കാൻ പറ്റാതെ എണീച്ചിട്ട് ഇങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമായിരുന്നു, തണുപ്പിനത് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി. ഇത് അങ്ങനത്തുള്ള സാഹചര്യങ്ങളിലും ദൈവം ഞങ്ങളെ വളരെയധികം സൂക്ഷിച്ചു. തണുപ്പ് സംബന്ധമായിട്ടുള്ള വലിയ രോഗങ്ങളും ഒന്നും വരാതെ വണ്ണം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരുന്നു, ഒരു ചലഞ്ചായിരുന്നു. ക്ലൈമറ്റ് ഒരു ചലഞ്ചായിരുന്നു. പിന്നെ ആൾക്കാരുടെ ഓരോ ഗ്രാമത്തിലും, ഇവിടെ ബംഗാളിൽ യേശുവിന് സ്ഥാനമില്ല, ആസാമിലൂടെ യേശുവിന് സ്ഥാനമില്ല, ഈ മണ്ണിൽ യേശുവിനൊന്നും സ്ഥാനമില്ല, ഇത് വിദേശ മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഓപ്പോസിഷൻ എല്ലാം നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കാൻ തക്കോണം ദൈവമാണ് സഹായിച്ചത്. ദൈവം കൊണ്ടുവന്നു, ദൈവം നിർത്തി എന്ന് തന്നെ പറയാം. വലിയ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായപ്പോഴും ദൈവം കൂടെ നിന്ന് സഹായിച്ചു, കൃപ തന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ നടത്തി. എങ്ങനെ നോക്കിയായിരുന്നാലും നിൽക്കാൻ പറ്റാത്ത, ശുശ്രൂഷ പറ്റാത്ത സാഹചര്യങ്ങൾ തന്നെയാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. രോഗങ്ങളും ദുരിതങ്ങളും പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ദൈവം നമ്മളെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിർത്തി. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ ഭാഷ അറിയാത്ത സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു കൊടുത്തു. ദൈവം അതിന് വേണ്ടിയിട്ടുള്ള വഴികളെ തുറന്നു. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദൈവത്തിന് വേണ്ടി പോകുന്ന സ്ഥലത്ത് നിർത്തുകയും നടത്തുകയും ചെയ്യേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പരിപാടി ഉള്ളതാണ്. നമ്മളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ഏൽപ്പിക്കും. ഓരോ സമയങ്ങളിലും ഗൈഡൻസ് തരും, ദർശനങ്ങൾ തരും, മുന്നോട്ട് വരും. നമ്മൾ ഓരോ ആദ്യകാലത്ത് ശുശ്രൂഷ ആരംഭിക്കുമ്പോഴത്തേന് ഇന്ന് ഏത് ഗ്രാമത്തിൽ പോകണമെന്ന് ദൈവത്തോട് മുട്ടിന്മേൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു. ഇന്ന് ഏത് ഗ്രാമത്തിലാണ് സുവിശേഷമായി പോകേണ്ടത്. ദൈവം ഇങ്ങനെ ദർശനം കാണിച്ചു. റൂട്ട് മാപ്പ് ഇപ്പോഴാണ് ഗൂഗിൾ മാപ്പല്ല, ഇതുപോലെ റൂട്ട് മാപ്പ് ദൈവം കാണിച്ചു. അങ്ങനെ ആ മാപ്പ് അനുസരിച്ചിട്ട് ആ ഇന്ന റോഡ് പോയിട്ട് ഇന്ന വഴിയിലൂടെ കയറി ഇന്ന സ്ഥലത്ത് പോകുന്ന ആ വീട്ടിലെത്തുന്നത് ഒരു ആ ദർശനം കൂടെ ഉണ്ടാകും. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഓരോ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ആൾക്കാരെ കണ്ട് സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികളെ സൗഖ്യമാക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ രോഗികളെ സൗഖ്യമാക്കി വലിയ വലിയ വിടുതലുകൾ, അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് കർത്താവിൽ അനേകരെ വിശ്വസിച്ച് ദൈവമാർഗ്ഗത്തിൽ വരുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് നമ്മുടെ ശുശ്രൂഷകളുടെ തുടക്കവും ഇന്നും അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Amen, amen. So we are really blessed. ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡിൽ ഉണ്ടായ ക്വസ്റ്റ്യൻസിലൂടെ നല്ല പാസ്റ്ററിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇൻ ഓൾ ദീസ് തിങ്സ് ഐ ബിലീവ് നിങ്ങൾ കേൾക്കുന്ന ഓരോ ദൈവജനങ്ങൾക്ക് ഇറ്റ് ഹാസ് ബിൻ ആൻ എൻകറേജ്മെൻറ്റ്. ആൻഡ് ലാംഗ്വേജ് അറിയാത്ത എങ്ങനെയാണ് സ്ഥലം, ആ സമയത്ത് ഗൂഗിളൊന്നും ഉണ്ടായിട്ടില്ല, ഫോട്ടോ മാത്രം അറിയില്ലേ എവിടെയാണ് എത്തേണ്ടത്. ബട്ട് സ്റ്റിൽ എവിടെയാണ് പോകേണ്ടത് ദൈവത്തോട് ചോദിച്ചപ്പോഴത്തേക്ക് ദൈവം മാപ്പ് കാണിച്ചു കൊടുത്തു. ആൻഡ് ഹീ ഗൈഡഡ് ഹിസ് സെർവൻറ്റ് ടു ദ റൈറ്റ് പ്ലേസ്. ആൻഡ് അതേപോലെ പീപ്പിൾ ബിഗൺ ടു റിസീവ് ഹിം. ആൻഡ് there were many wonders and miracles that God did. We are really glad and happy for this time. And just want to pray and thank God for every one of you that are working and are believing God to use you. And I believe through this testimony, through this revelation that God is giving, God will continue to enlarge your vision. Amen.